കള്ളം പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. പണ്ടത്തെ കാലമല്ല, ഇന്ന് ആധുനിക കാലമാണ്, ഡിജിറ്റൽ യുഗത്തിന്റെ കാലമാണ്. മോഷണം നടത്തി, കൊലപാതകം നടത്തി അത്ര പെട്ടെന്നൊന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വഴിയിലുള്ള ഏതെങ്കിലും ക്യാമറയിൽ കുടുങ്ങും. പിന്നെ പോലീസിന് ജോലി എളുപ്പവുമായി, എവിടെയിട്ടായാലും തൂക്കും. ഇപ്പോൾ കള്ളം പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടേയില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ആദ്യ വാദം. എന്നാൽ ഷിബു ബേബി ജോൺ ഇവർ തമ്മിൽ കാണുന്ന ചിത്രം പുറത്തിറക്കി. അപ്പോൾ സമ്മതിച്ചു, കണ്ടിട്ടുണ്ട്, ഞാൻ ഉപഹാരമൊന്നും വാങ്ങിയിട്ടില്ല. ഒന്നുകൂടി നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കൽ വീട്ടിൽ പോയിട്ടുണ്ട്. 2016 ശബരിമലയിൽ വെച്ച് കണ്ട പരിചയമാണത്രേ. 2017 പോറ്റി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, യാതൊരു ഉപഹാരവും വാങ്ങിയിട്ടില്ല. വിശ്വസിച്ചു, നമ്മളെല്ലാരും വിശ്വസിച്ചു. കാരണം പറഞ്ഞത് മന്ത്രിയല്ലേ. പിന്നെ മറ്റൊരു വാദഗതി കൂടി ഉണ്ടായി, കണ്ടത് ഇന്നത്തെ പോറ്റിയെയല്ല അന്നത്തെ പോറ്റിയെയാണ് എന്നും വിശദീകരണം. ഞാൻ യാതൊരു സമ്മാനവും പോറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. കടകംപള്ളിയും പോറ്റിയും ഒപ്പം നിൽക്കുന്ന ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ വിവരം, ഈ വിശദീകരണം. മന്ത്രിയായിരിക്കെ ശബരിമലയിൽ പോകും വഴിയാണ് കാരേറ്റിലെ പോറ്റിയുടെ വീട്ടിലൊന്ന് കയറിയത്. ഒരു കുഞ്ഞിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോറ്റി സ്നേഹപൂർവ്വം ക്ഷണിച്ചതിനാലാണ് ഞാനൊന്ന് കയറിയത്. ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. ഇന്നത്തെ രൂപത്തിലല്ല, അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ കണ്ടിരുന്നത്. പോറ്റിയോ പോറ്റിയുമായി ബന്ധപ്പെട്ടവരോ തനിക്കോ താനുമായി അടുപ്പമുള്ളവർക്കോ ഒരു സഹായവും ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യമുള്ളതുകൊണ്ട് എന്ത് ആരോപണവും ഉന്നയിക്കാമെന്നും കടകംപള്ളി പറഞ്ഞു. ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ചിത്രത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നും അക്കാര്യമൊക്കെ ജനത്തിനറിയാമെന്നും ഞാൻ ജനത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമാണ് എന്നൊക്കെയും കടകംപള്ളി വിശദീകരിച്ചു. കൂടുതൽ ചോദ്യത്തിന് വൻ ദേഷ്യത്തോടുകൂടി അദ്ദേഹം പത്രസമ്മേളനം നിർത്തുകയും ചെയ്തു. എന്തായാലും ED അന്വേഷണത്തിൽ തന്നെയാണ്. ആരൊക്കെയാണ് പൂട്ടിൽ വീഴുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ഒരുപാട് കേട്ട് തഴമ്പിച്ചതാണ് ഈ പാട്ട്, അദ്വൈതം എന്ന സിനിമയിൽ നിന്ന്. കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങളിൽ ഒന്നാണിത്. മറ്റു കേസ് പോലെയല്ല ശബരിമല കൊള്ള. കാരണം അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. വിശ്വാസികൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ച കാണിക്കയുടെയും സ്വർണത്തിന്റെയും വിലയുണ്ട്, അതിന്റെ മഹത്വമുണ്ട്. ജാമ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ ബാധകമായ മാനദണ്ഡങ്ങളൊന്നും ഈ കേസിൽ ബാധകമാക്കാൻ കഴിയില്ല, കോടതി ഉത്തരവിൽ പറഞ്ഞു. ഈ കോടതികളില്ല എങ്കിൽ സാധാരണ ജനത്തിന്റെ കാര്യം എന്താകും? ജനത്തിന് അവസാന ആശ്രയം തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതികൾ. കോടതിയുടെ സൂക്ഷ്മമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ലോകം ഞെട്ടിയ ഭക്തസമൂഹം ഞെട്ടിത്തെരിച്ച ഈ കേസ് പുറത്തേക്ക് വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.